എറണാകുളം തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ചെന്ന് യുവതിയുടെ പരാതി. മാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച് 3 ദിവസം കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് മണ്ണാർക്കാട് സ്വദേശിയായ യുവതിയുടെ പരാതി. ആയിട്ടുള്ള രേഷ്മ മേഡവും പ്രിയ മേഡവും പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള വർഗീസ് സാറുമാണ് ദേഹോപദ്രവം ചെയ്തിട്ടുള്ള ആൾക്കാർ. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ. അതിനകത്ത് ബ്ലൈൻഡായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഉപദ്രവത്തിൽ കണ്ണെനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഈ 3 പേരുമാണ്. അത് കണ്ണിനകത്ത് ഒരു ലിക്വിഡ് ഒഴിച്ചു അവർ. ആ ലിക്വിഡ് തട്ടുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് ആകെ ഒരു ഭയങ്കര വേദനയായിട്ട് ശ്വാസം കിട്ടില്ല നമുക്ക്. അത് ഹാൻഡ് കഫ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ജനാലക്കമ്പിക്കകത്ത് നമ്മളെ കെട്ടിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഒരു കസ്റ്റഡി മരണം സംഭവിക്കുന്നതെന്നുള്ളത് അത് അനുഭവിച്ച ആളാണ് ഞാൻ. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് കൃഷ്ണപ്രിയ ചേരുകയാണ്. കൃഷ്ണപ്രിയ, വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്. പ്രത്യേകിച്ച് 3 ദിവസം കസ്റ്റഡിയിൽ വെച്ച് ഒരു യുവതിയെ മർദ്ദിച്ചു എന്ന ആരോപണം. ഏതെങ്കിലും തരത്തിൽ ഇവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പരാതി ആർക്കാണ് നൽകിയത്? രുചീഷ്, ഈ സംഭവം നടന്നത് ഈ വർഷം ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി 27-നാണ് ഈ യുവതിയെ, പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ സ്വന്തം വീട്ടിൽ നിന്ന്, അതായത് പാലക്കാട് നിന്ന് തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ തൃപ്പൂണിത്തുറയിൽ താമസിച്ച് വരികയായിരുന്നു. ഇവരുടെ അയൽവാസിയായ സുകുമാരൻ നായർ നൽകിയ പരാതി, അതായത് അദ്ദേഹത്തിൻ്റെ മാല മോഷണം പോയി എന്ന ഒരു പരാതിയിലാണ് ഈ യുവതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് ചെയ്യുന്ന സംഘത്തിൽ പാലക്കാട് പോലീസും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. തുടർന്ന് യുവതിയെ തൃപ്പൂണിത്തുറയിൽ എത്തിക്കുകയും അവരെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് യുവതി ഇപ്പോൾ പരാതിപ്പെടുന്നത്. അതായത് അബോർഷൻ നടന്ന വിശ്രമം ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു ഈ യുവതിയുടെ അറസ്റ്റ് ഉണ്ടാവുന്നത്. അതുപോലും പരിഗണിക്കാതെ കസ്റ്റഡിയിലിരിക്കുക, അതായത് 3 ദിവസം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് യുവതിയെ ക്രൂരമായി അതിക്രമം നടത്തി എന്നാണ് യുവതി ഇപ്പോൾ പറയുന്നത്. അതായത് കണ്ണിലൊരു തരത്തിലുള്ളൊരു ദ്രാവകം ഒഴിക്കുകയും കയ്യിൽ വിലങ്ങണിയിച്ച് അത് ജനലിൽ കെട്ടി ഇട്ട് വടികൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് യുവതി പരാതിപ്പെടുന്നത്. ഈ സംഭവം, അതായത് 3 ദിവസം ഈ ഒരു പീഡനം നടന്ന 29-ാം തീയതി, അതായത് 26-ാം തീയതി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, 29-ാം തീയതി കോടതിയിൽ ഹാജരാക്കുന്നു എന്നതാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഈ സംഭവങ്ങളെല്ലാം യുവതി ഡോക്ടർമാരോടും അതുപോലെ തന്നെ വിശദീകരിച്ചിരുന്നു. അന്ന് കിട്ടിയ ഈ വൈദ്യപരിശോധനാ ഫലത്തിലും ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്. കണ്ണിന് കാഴ്ച മങ്ങിയതായും അതുപോലെ തന്നെ ശരീരത്തിൽ ആകമാനം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നതടക്കം ആ റിപ്പോർട്ടുകളിലെല്ലാം ഉണ്ട്. തുടർന്ന് ഈ യുവതി മജിസ്ട്രേറ്റിന് മുൻപാകെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയ യുവതി പിന്നീട് പോലീസിന് പരാതി നൽകുകയാണ്. അതായത് എറണാകുളം കമ്മീഷണർക്ക് പരാതി നൽകുകയാണ് ഉണ്ടായത്. ഇവരുടെ പേരെടുത്ത് പറയുന്നുണ്ട് യുവതി. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ SI ആയ രേഷ്മ, അതുപോലെ തന്നെ CPO പ്രിയ, ഇപ്പോൾ SP റാങ്കിലുള്ള വർഗീസ് എന്നിവരുടെ പേരാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഈ 3 പേരെയുമാണ് തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാണ് യുവതി പറയുന്നത്. ഈ പേരുകളെല്ലാം അടക്കം എറണാകുളം കമ്മീഷണർക്ക് പരാതി നൽകുകയുണ്ടായി. ഈ കമ്മീഷണർ ഇതിനൊരു അന്വേഷണം നടത്തണമെന്ന് പ്രഖ്യാപിച്ച് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഈ കേസ് കൈമാറുകയാണ് ഉണ്ടായത്. ഈ കമ്മീഷണർ ഓഗസ്റ്റ് മാസം ഈ കേസ് അന്വേഷിച്ച് ഇതിൽ തെളിവുകളൊന്നും ഇല്ല, അതിനാൽ ഈ ഒരു കേസിന് ഇനി നടപടി എടുക്കാനാവില്ല എന്ന് പരാതിക്കാരിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു അവസ്ഥയിലാണ് യുവതി ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ 3 പേർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു കേസിൽ ഇനി തുടരന്വേഷണം നടത്തണമെന്നും അതിന് അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഇപ്പോൾ യുവതി പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായ പീഡനമാണ് യുവതി നേരിട്ടിരിക്കുന്നത്. 3 ദിവസം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അതിക്രൂരമായ വനിതാ പോലീസുകാരടക്കം യുവതിയെ മർദ്ദിച്ചു എന്നിവർ പറയുന്നുണ്ട്. ഇതിനൊരു തുടരന്വേഷണം വേണമെന്നാണ് യുവതിയുടെ ഇപ്പോഴത്തെ ആവശ്യം. ശരി കൃഷ്ണപ്രിയ.